അണ്ടർ-19 ഏകദിന ലോകകപ്പിൽ വിജയത്തോടെ ഇന്ത്യൻ കൗമാരപ്പട തുടക്കമിട്ടു. ഇന്നലെ അമേരിക്കയ്ക്കെതിരെ നടന്ന ആദ്യ മത്സരത്തിൽ DLS നിയമപ്രകാരം 6 വിക്കറ്റിന്റെ വിജയമാണ് ഇന്ത്യ നേടിയത്. ആദ്യം ബാറ്റ് ചെയ്ത USA നിശ്ചിത ഓവർ അവസാനിക്കും മുമ്പ് 35-ാം ഓവറിൽ തന്നെ ഇന്ത്യ 107 റൺസിന് പുറത്താക്കി. 5 വിക്കറ്റ് വീഴ്ത്തിയ ഹെനിൻ പട്ടേലായിരുന്നു USA ബാറ്റിംഗ് നിരയെ തകർത്ത് തരിപ്പണമാക്കിയത്. ദിബീഷും അംബരീഷും ഹിരനും വൈഭവും ഓരോ വിക്കറ്റ് വീതം ഇന്ത്യക്ക് വേണ്ടി നേടി. 36 റൺസ് നേടിയ നിതീഷ് സുദ്ദിനിയാണ് USA ടോപ്പ് സ്കോറർ ബാറ്റർ. മഴയെ തുടർന്ന് മത്സരം തടസ്സപ്പെട്ടപ്പോൾ ഇന്ത്യയുടെ വിജയലക്ഷ്യം വെട്ടിക്കുറച്ചു. 37 ഓവറിൽ 96 റൺസ് വിജയലക്ഷ്യം പുതുക്കി നിശ്ചയിച്ച മത്സരത്തിൽ 17-ാം ഓവറിന്റെ 2-ാം പന്തിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ വിജയ റൺ മറികടന്നു. ബാറ്റിംഗിൽ ഇന്ത്യ പതറുന്ന കാഴ്ചയാണ് തുടക്കം മുതൽ കണ്ടത്. സൂപ്പർ താരമായ വൈഭവ് സൂര്യവംശി ആരാധകരെ നിരാശപ്പെടുത്തി. 4 പന്തിൽ വെറും 2 റൺസ് മാത്രമാണ് വൈഭവ് നേടിയത്. ക്യാപ്റ്റൻ ആയുഷ് മാത്രയ്ക്കും ബാറ്റിംഗിൽ തിളങ്ങാൻ കഴിഞ്ഞില്ല. 19 പന്തിൽ 19 റൺസാണ് താരം നേടിയത്. USA ബൗളിംഗിന് മുമ്പിൽ ഇന്ത്യൻ മുൻനിര പതറിപ്പോയ മത്സരത്തിൽ ഇന്ത്യക്ക് രക്ഷയായി മാറിയത് അഭയാൻ കുണ്ടുവിന്റെ ബാറ്റിംഗ് ആയിരുന്നു. 41 പന്തിൽ 42 റൺസ് നേടിയ കുണ്ടു പുറത്താകാതെ ഇന്ത്യയെ വിജയതീരത്ത് എത്തിക്കുകയായിരുന്നു. 5 ഫോറും 1 സിക്സും അടങ്ങുന്ന ഇന്നിംഗ്സാണ് കുണ്ടു കളിച്ചത്. ഹെനിൻ പട്ടേലാണ് കളിയിലെ താരമായി മാറിയത്. മലയാള താരങ്ങളായ ആരോൺ ജോർജിനും മുഹമ്മദ് ഇനാനും ആദ്യ മത്സരത്തിൽ പ്ലേയിങ് 11-ൽ ഇടം കിട്ടിയില്ല.